ഹലോ, ഇന്ന് നമുക്ക് ഒരു കൊറിയർ പാക്കിംഗ് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഞാൻ എങ്ങനെ സാധനങ്ങൾ പാക്ക് ചെയ്യണതും ഡാമേജ് ഇല്ലാതെ കസ്റ്റമറിൻ്റെ എങ്ങനെ എത്താന്നുള്ളതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇതൊരു ബർത്ത്ഡേ ഹാമ്പർ ആയിരുന്നു. ഫ്രെയിമും ഡ്രസ്സും ചോക്ലേറ്റും ഫ്ലവേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഹാമ്പർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ബാലൻസ് വന്ന തെർമോക്കോളിന്റെ പീസസ് ആ ഫ്രെയിമിന്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ബോക്സിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തെർമോക്കോൾ പീസസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എപ്പോഴും നമ്മുടെ പാക്കേജ് കൊറിയർ അയക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കില്ലേ, സാധനം എത്തുമ്പോൾ ഡാമേജ് ആവുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഡാമേജ് ആവാത്ത ടൈപ്പിലൊക്കെ കൊറിയർ അയക്കാന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് തെർമോക്കോളിൽ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കലുണ്ട് കേട്ടോ നമ്മുടെ ബോക്സ്. അപ്പോൾ തെർമോക്കോൾ ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ ബോക്സിന്റെ അളവിൽ അത് നന്നായിട്ട് എല്ലാ സൈഡും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മേലെ വെക്കാനുള്ള പീസും സൈഡിലേക്ക് വെക്കാനുള്ള പീസും എല്ലാം നമുക്ക് അതിന്റെ അളവ് നോക്കിയിട്ടൊക്കെ തെർമോക്കോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും തെർമോക്കോൾ ഒരു ഷീറ്റ് വാങ്ങി സ്റ്റോക്ക് ആക്കലാണ് കേട്ടോ. എനിക്ക് ഹാമ്പറിന്റെ ഉള്ളിൽ വെക്കാനാണെങ്കിലും കൊറിയർ അയക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ ഷീറ്റ് തെർമോക്കോൾ ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ആക്കി വെക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൈഡിലേക്കും വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് നമ്മൾ തെർമോക്കോൾ വെക്കുക. മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് അതുകൊണ്ട് നമുക്ക് കട്ടർ കൊണ്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്യലാട്ടോ ചെയ്യുക. ഇനി നെക്സ്റ്റ് പരിപാടിയാണ് നമുക്ക് ബബിൾ റാപ്പിംഗ് കേട്ടോ. ഇതാണ് മെയിൻ സംഭവം. നമ്മൾ എല്ലാത്തിലും ബബിൾ റാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവൂല കേട്ടോ. ഞാൻ എപ്പോഴും കൊറിയർ അയക്കുമ്പോൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യണ സാധനം കേട്ടോ ബബിൾ റാപ്പിംഗ്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ബബിൾ റാപ്പിംഗ് ചെയ്യുന്നതോട് നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ബബിൾ റാപ്പിംഗ് ചെയ്തിട്ട് നമ്മൾ എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ബബിൾ റാപ്പിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ സൈഡിലേക്ക് വല്ലാതെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. തെർമോക്കോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബബിൾ റാപ്പിന്റെ മേലെ തെർമോക്കോള് എല്ലാ സൈഡും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ സൈഡിലും നമ്മൾ തെർമോക്കോള് വെച്ചിട്ട് മറ്റേ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞത് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വണ്ണം ചെയ്യാം കേട്ടോ. ഞാൻ അത് ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ സൈഡും വെക്കുക, നമ്മൾ ടാപ്പ് ഒട്ടിക്കുക, പിന്നെ വെക്കുക, ടാപ്പ് ഒട്ടിക്കുക, അങ്ങനെ ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊറിയർ അയക്കുമ്പോൾ ഞാൻ ബ്രൗൺ ടാപ്പും കൂടി ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ബ്രൗൺ ടാപ്പും കൂടിയും ചെയ്യാണ്. എല്ലാ സൈഡും ഇതേപോലെ നമ്മൾ ബ്രൗൺ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കൊറിയർ കവറൊക്കെ നമുക്ക് വലുത് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ ഷോപ്പിൽ വലിയ ടൈപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും എനിക്കൊന്നും കൂടെ കംഫർട്ട് ബ്രൗൺ ടാപ്പ് ചെയ്യുമ്പോഴാണ്. കാരണം ഒന്നും കൂടെ തിക്കിൽ നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാൻ വിചാരിക്കണല്ലേ. ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ അയക്കുക. എന്നിട്ട് ഞാൻ ആ പീസ് പേപ്പർ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ ആ ബ്രൗൺ ടാപ്പിന്റെ മേലെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ കുറെ ഡാമേജ് ഇല്ലാതെ എത്തും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.